ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാൾസിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ബ്യൂട്ടി പ്രൊഡക്റ്റിൽ ഒന്നാണ് മാൾസിൻ്റെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോർമലി ഒരു സാധാ ഒരു പ്രൈസിലാണ് കിട്ടുമെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പുതിയ പുതിയ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളും റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ട് നോക്കിയിട്ട് നമുക്ക് കുറേയൊക്കെ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഉള്ള റിസൾട്ടും എനിക്ക് ഉണ്ടായ ഒരു കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള മാൾസിൻ്റെ മസ്കാരയാണ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു റിച്ച് ലുക്കായിട്ടാണ് കാഴ്ചയിൽ തന്നെ വരുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു അപ്ലിക്കേറ്ററാണ്. ഭയങ്കരമായിട്ടുള്ള ജംബോ ഒരു സൈസിലാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു തവണ തന്നെ നമുക്കിതൊന്ന് കവറാക്കി എടുത്താൽ മാത്രം മതി. നല്ലൊരു കവറേജാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ലാഷസ് ഇല്ലാത്തവർക്ക് പോലും ഇത് നല്ലൊരു ഓളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഇത്രയും ഉപയോഗിച്ചിട്ടുള്ള ഈ മസ്കാരയിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മസ്കാരയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ അപ്പോൾ ട്രൈ ചെയ്തൊക്കെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 170 കേട്ടോ വരുന്നത്. പിന്നെ അടുത്തത് മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെ ഒരു ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്രയോൺ ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം നമ്മൾ ഗേൾ പവറാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല പോലെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഷെയ്ഡ് വാങ്ങിച്ചത് ലെറ്റ് ഇറ്റ് ഗോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും നല്ലൊരു രീതിയിൽ നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡാർക്കായിട്ട് യൂസ് ചെയ്യുമ്പോഴും നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ കുറേ നേരം നമുക്ക് ലോങ് ലാസ്റ്റിങ് ചെയ്യുന്നുണ്ട്. സ്മഡ്ജ് പ്രൂഫാണ്. പിന്നെ രാവിലെ നമ്മളിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആണെങ്കിലും ഇത് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കവറേജും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഷെയ്ഡിങ്ങും നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അവരെ ഒരു കമൻറ്റ് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. പിന്നെ അല്ലാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് മാൾസിൻ്റെ ഒരു ബേബി ക്രീമാണ് വരുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബോട്ടിൽ വരുന്നത് ഒരു ഹെവി ലുക്കിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓയിലി സ്കിൻ ആയിക്കോട്ടെ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ കോമ്പിനേഷൻ ആയിക്കോട്ടെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ചെറിയൊരു കവറേജ് നല്ലൊരു ഫിനിഷിങ്. അപ്പോൾ ഒരു പുട്ടിയിട്ട ഒരു ഫീലൊന്നും ഇല്ലാതെ ഒരു നോർമലി നമ്മൾ പുറത്ത് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഹൈലി റെക്കമെൻഡഡ് ആണ്. എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി നല്ലോണം ബ്രൈറ്റായിട്ട് നമുക്ക് മേക്കപ്പൊക്കെ നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് അത്രയ്ക്ക് പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. അപ്പോൾ പിന്നെ ഹെവി ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഫൗണ്ടേഷനും ബേബി ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എത്രയൊക്കെയാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.